കിണറ്റിൽ വീണയാൾക്ക് രക്ഷകനായി യുവാവ്. ചവറ സൗത്ത് വടക്കുംഭാഗം കൂട്ടാക്കൽ ജംഗ്ഷന് സമീപത്തെ കിണറ്റിലകപ്പെട്ട നടക്കാവ് സ്വദേശി ഗംഗാധരനെയാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി R. രഞ്ജിത്ത് കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തിയത്. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് ശേഖരണവുമായി ബന്ധപ്പെട്ട വിവരം വീടുകളിൽ അറിയിക്കാൻ പോയപ്പോഴാണ് ഗംഗാധരൻ കിണറ്റിൽ വീണ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ രഞ്ജിത്ത് കിണറ്റിലിറങ്ങി ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നോക്കണേ കിണറ്റിൽ വീണയാൾക്കാണ് യുവാവ് രക്ഷകനായത്. വടക്കുംഭാഗം കൂട്ടാക്കൽ ജംഗ്ഷന് സമീപമുള്ള വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് നടക്കാവ് അരുണാലയം വീട്ടിൽ ഗംഗാധരൻ വീണത്. 12 തൊടി താഴ്ചയുള്ള കിണറ്റിലാണ് ഇദ്ദേഹം അകപ്പെട്ടത്. ഞാൻ കൂട്ടാൻ്റെ വീട്ടിൽ പോയിരുന്നു. പോയിട്ട് ഇറങ്ങി ഗേറ്റിലോട്ട് എത്തി നോക്കി. എത്തിയപ്പോൾ കാൽ സ്ലിപ്പായി പോയി ഗേറ്റിലെത്തി വീണു. വീണപ്പോൾ അടുത്തുള്ള നില വിളിച്ചു കൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ഓടി വന്ന് പിന്നെ രഞ്ജിത്ത് രക്ഷിച്ചു. പിന്നെ അടുത്ത ഫയർഫോഴ്സ് എല്ലാവരും വന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ശരിയായി. എനിക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൈയായിരുന്നു ഡോക്ടറെ കാണിക്കണം. തൊടിയിൽ പിടിച്ചുകിടന്ന ഇദ്ദേഹത്തെ CPM മുട്ടം ബ്രാഞ്ച് സെക്രട്ടറി R. രഞ്ജിത്താണ് കിണറ്റിലിറങ്ങി സാഹസികമായി കരക്കെത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ രഞ്ജിത്ത് പൊതിച്ചോറ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ വിവരമറിയിക്കാൻ എത്തിയതായിരുന്നു. അപ്പോഴാണ് കിണറിന് സമീപം ആൾക്കൂട്ടം കണ്ട് ഓടിയെത്തിയത്. ഈ സമയം കിണറ്റിൽ വീണ് അവശനായ ഗംഗാധരൻ തൊടിയിൽ പിടിച്ചുകിടക്കുകയായിരുന്നു. ഉടൻ തന്നെ കയർ കെട്ടി രഞ്ജിത്ത് കിണറ്റിലിറങ്ങി ഇദ്ദേഹത്തെ പിടിച്ചുകിടന്നു. മുകളിൽ നിന്ന് നാട്ടുകാർ മറ്റൊരു കയറിറക്കി നൽകുകയും ചെയ്തു. അതിൽ കെട്ടി രഞ്ജിത്ത് മറ്റുള്ളവരുടെ സഹായത്തോടെ മുകളിലേക്ക് കയറ്റുന്നതിനിടെ ചവറ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. അവർ വലയിറക്കി നൽകി അതിൽ ഗംഗാധരനെ കയറ്റി സുരക്ഷിതമായി കരക്കെത്തിക്കുകയായിരുന്നു. നമ്മൾ പൊതിച്ചോറ് പറയുന്നതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പൊതിച്ചോറ് പറഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഈ ഇതേ ആൾക്കൂട്ടം കണ്ടത്. ആൾക്കൂട്ടം കണ്ട് ഞങ്ങൾ അമലും ശ്രീയേരി പിന്നെ ആദർശ് അനന്തു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്കാം. അന്നേരം ഈ ആൾക്കൂട്ടം കണ്ട് ഓടി വരുമ്പോഴാണ് ഈ പുള്ളി കിണറ്റി കിടന്ന് ബഹളം വെക്കുന്നത്. ബഹളമല്ല, ഒരു ദയനീയമായ സ്വരത്തിൽ അയ്യോ അയ്യോ എന്നുള്ള രീതിയിൽ. അന്നേരം പെട്ടെന്നൊന്നും തോന്നിയില്ല. ഒരു റോപ്പ് ഉണ്ടായിരുന്നു, റോപ്പ് ഇടുപ്പി കെട്ടി മേളിൽ നിന്നവരുടെ സഹായത്തോടെ താഴോട്ടിറങ്ങിയപ്പോൾ പുള്ളി നല്ല അവശതയിൽ തലയ്ക്കും കൈക്കും ഒക്കെ മുറിവ് പറ്റി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുക. അങ്ങനെ പൊക്കി എടുത്തപ്പോഴത്തേക്കും മേളിൽ നിന്ന് അടുത്ത റോപ്പ് ഇട്ട് തന്നു. ആ റോപ്പ് ഇട്ട് തന്ന് അത് കശത്ത് ആ ഭാഗത്ത് കൈയുടെ താഴെയായിട്ട് കെട്ടി മേളിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടി പുള്ളിയെ പൊക്കി ഞാനും കൂടെ കയറി വന്നു. ഈ റോപ്പിൽ പിടിച്ച് മേളിലെത്തുമ്പോഴാണ് നമ്മുടെ ഫയർഫോഴ്സ് വന്ന് അവരുടെ കയ്യിൽ ഒരു വലയുണ്ടായിരുന്നു. ആ വല ഇറക്കി തന്നു. അങ്ങനെ അതിനകത്തോട്ട് എടുത്ത് വെച്ച് പൊക്കിയെടുത്ത് മേളിലെടുത്ത്. അതിനുശേഷം ആംബുലൻസ് ഉണ്ടായിരുന്നു. ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. തലയ്ക്ക് മുറിവേറ്റ ഗംഗാധരനെ ഉടൻ അഗ്നിരക്ഷാസേന ആംബുലൻസിൽ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യസമയത്ത് രഞ്ജിത്തിന്റെ ഇടപെടലാണ് ഗൃഹനാഥന്റെ ജീവൻ രക്ഷിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.